ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് മൂന്നാമത്തെ യൂണിറ്റ് മ്യാവ് എന്നുള്ള യൂണിറ്റിൻ്റെ ബീഹാവിലെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയേ, എന്താണ്? മീറ്റ് ക്ലിൻസ് പെറ്റ്. ക്ലിൻറ്റിൻ്റെ പെറ്റ് ഡോഗാണിത് കേട്ടോ, വളർത്തു നായയാണ്. ലെറ്റസ് കളർ ദ പാർട്സ് ഓഫ് ദ പെറ്റ് ആസ് ഡയറക്റ്റഡ്. എന്താണ് ഈ പട്ടിക്കുട്ടിയുടെ പാർട്സ്, അതിൻ്റെ ബോഡി പാർട്സൊക്കെ നമുക്ക് കളർ ചെയ്യണം. എങ്ങനെയാണ് അവരവിടെ തന്നിട്ടുണ്ട്, ആ കളർ നോക്കി ചെയ്യണം. നമുക്ക് ചെവിക്ക് രണ്ടിനും ബ്രൗൺ, പിന്നെ നെറ്റിയുടെ ഭാഗത്തിനൊക്കെ യെല്ലോ വേണം, ബോഡിക്ക് ബ്രൗൺ ആൻഡ് വൈറ്റ് കൊടുക്കണം, വാലിന് ബ്രൗൺ കൊടുക്കണം, പിന്നെ അതിൻ്റെ നഖങ്ങൾക്കൊക്കെ എന്താണ് യെല്ലോ കൊടുക്കണം അല്ലേ. അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ പോലെ കളർ ചെയ്യുക കേട്ടോ. ഇനി എന്താ വേണ്ടേ? റൈറ്റ് അബൌട്ട് ദ പെറ്റ്. ആ പെറ്റിനെ കുറിച്ച് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. എങ്ങനെ എഴുതാം? ക്ലിൻറ്റ് ഹാസ് എ പെറ്റ് ഡോഗ്. ക്ലിൻറ്റിനൊരു പെറ്റ് ഡോഗ് ഉണ്ട്. ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് ക്യൂട്ട്. വളരെ ചെറുതാണ്, വളരെ ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ദ ഡോഗ് ഈസ് വൈറ്റ് ആൻഡ് ബ്രൗൺ. ഡോഗിൻ്റെ കളർ എന്താ? വെള്ളയും ബ്രൗൺ കളറാണ്. ഇറ്റ് ഹാസ് ബ്രൗൺ ഇയേഴ്സ്. നല്ല ബ്രൗൺ കളറുള്ള ചെവികളുണ്ട്. ഇറ്റ് ഈസ് ഹാപ്പി ആൻഡ് പ്ലേഫുൾ. വളരെ ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണ് ക്ലിൻറ്റിനുള്ളത്. ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി ആക്ടിവിറ്റി 2. ലെറ്റ് us sing a song about Clint's pet. ക്ലിൻറ്റിൻ്റെ പെറ്റിനെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം. ഐ ഹാവ് എ പപ്പി. എനിക്കൊരു പപ്പിയുണ്ട്, പട്ടിക്കുട്ടിയുണ്ട്. പപ്പീസ് നെയിം ഈസ് സിപ്പി. പപ്പിയുടെ പേരെന്താണ്? സിപ്പി എന്നാണ്. ഐ ലൈക്ക് മൈ സിപ്പി. എനിക്ക് എൻ്റെ സിപ്പിയെ ഭയങ്കര ഇഷ്ടമാണ്. സിപ്പി ലവ്സ് മീ ടു. സിപ്പിക്ക് എന്നെയും ഇഷ്ടമാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? നൗ ക്യാൻ യു റൈറ്റ് എ സോങ് അബൌട്ട് യുവർ പെറ്റ് ഓർ യുവർ ടോയ്. നിങ്ങളുടെ പെറ്റ് എന്താണ്, അതിനെക്കുറിച്ച് ഒരു പാട്ട് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ടോയ് എന്താണ്, കളിപ്പാട്ടത്തെക്കുറിച്ചൊരു പാട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ഒരു പൂച്ചക്കുട്ടീനെ കുറിച്ച് എഴുതാം അല്ലേ. എന്താണ്? ഐ ഹാവ് എ കിറ്റൺ. മൈ കിറ്റൺസ് നെയിം ഈസ് ബിറ്റി. ബിറ്റി ഈസ് സോ സ്മോൾ. ബിറ്റി ഈസ് സോ ക്യൂട്ട്. ഐ ലവ് മൈ ബിറ്റി. ബിറ്റി ലവ്സ് മീ ടു. ഇങ്ങനെ എഴുതാം അല്ലേ. എനിക്ക് ഒരു പൂച്ചക്കുട്ടിയുണ്ട്, അതിൻ്റെ പേര് ബിറ്റി എന്നാണ്. ബിറ്റി വളരെ ചെറുതാണ്, വളരെ ക്യൂട്ടാണ് കാണാൻ വേണ്ടി. പിന്നെന്താണ്? എനിക്ക് എൻ്റെ ബിറ്റിയെ വളരെ ഇഷ്ടമാണ്, ബിറ്റിക്ക് എന്നെയും വളരെ ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ബിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂച്ചക്കുട്ടീൻ്റെ പേര് മാറ്റി എഴുതാം. ഓക്കെ, ഇനി നോക്കൂ ആക്ടിവിറ്റി 3. കിക്ക് ദ ബോൾ. ആരാ പറയുന്നത്? ക്ലിൻറ്റിൻ്റെ പെറ്റ് പറയുകയാണല്ലേ. കിക്ക് ദ ബോൾ എന്ന് നായ്ക്കുട്ടി പറയാണ്. ഹിയർ ഇറ്റ് ഗോസ്. ഇതാ ഞാൻ അതുപോലെ ചെയ്യുന്നു എന്നും പറഞ്ഞ് ക്ലിൻറ്റ് കിക്ക് ചെയ്യാണ് കേട്ടോ. യെസ്, കിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പന്ത് ചവിട്ടി തെറിപ്പിക്കുക. വാട്ട് ഈസ് ക്ലിൻറ്റ് ഡൂയിങ്? ക്ലിൻറ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മളവിടെ ഉത്തരം എഴുതണം. എന്താ എഴുതേണ്ടത്? ക്ലിൻറ്റ് ഈസ് കിക്കിംഗ് ദ ബോൾ. ക്ലിൻറ്റ് ഈസ് KICKING, കിക്കിംഗ് ദ ബോൾ. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി എന്താ? വാട്ട് ഈസ് പപ്പി ഡൂയിങ്? ഇവിടെ പപ്പി എന്താണ്, പട്ടിക്കുട്ടി എന്താണ് ചെയ്യുന്നത്? ദ പപ്പി ഈസ് ജമ്പിങ് ടു ക്യാച്ച് ദ ബോൾ. ജമ്പിങ്, JUMP, ജമ്പ്, അതിൻ്റെ കൂടെ ING, ജമ്പിങ് ടു ക്യാച്ച്, പിടിക്കാൻ വേണ്ടിയിട്ട്, CATCH, ക്യാച്ച് ദ ബോൾ. പട്ടി ആ ബോൾ പിടിക്കാൻ വേണ്ടി ചാടുകയാണ്. ഇനി എന്നിട്ട് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് ടു ദ ബുക്സ്? ബുക്സിന് എന്താണ് സംഭവിച്ചത്? ദ ബുക്സ് ഫെൽ ഡൗൺ ഫ്രം ദ ഷെൽഫ്. ദ ബുക്സ് ഫെൽ ഡൗൺ, താഴെ വീണു. ഫെൽ ഡൗൺ ഫ്രം ദ ബുക്ക് ഷെൽഫ്. ഓക്കെ, ഷെൽഫിൽ നിന്ന് ബുക്സ് ഒക്കെ താഴെ വീണു. ഇനി ആക്ടിവിറ്റി 6 നോക്കൂ. ക്യാൻ യു മാച്ച് ദ പിക്ചേഴ്സ് ആൻഡ് ദ ഇവൻറ്റ്സ്? ദ ഇവൻറ്റ്സ് ആർ ഗിവൺ ആസ് സ്റ്റിക്കേഴ്സ്. ഓക്കെ, ഇവൻറ്റ്സ് ഒക്കെ സ്റ്റിക്കേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിനെ പറിച്ചുകൂടെ ഒട്ടിക്കുക വേണ്ടത്. ഇനി നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം എന്താ ചെയ്യുന്നത്? ക്ലിൻറ്റ് എന്താ ചെയ്യുന്നത്? ക്ലിൻറ്റ് കിക്ക് ദ ബോൾ അല്ലേ. ക്ലിൻറ്റ് കിക്ഡ്, KICKD, കിക്ക് ദ ബോൾ. പിന്നെ രണ്ടാമത്തെ എന്താണ്? ദ ബോൾ ഹിറ്റ് ദ ബുക്ക് ഷെൽഫ്. ബോൾ പോയിട്ട് എവിടെ മുട്ടുന്നത്? ബുക്കിൻ്റെ ഷെൽഫിന് പോയി മുട്ടുന്നു. ദ ബോൾ ഹിറ്റ് ദ ബുക്ക് ഷെൽഫ്. മൂന്നാമത്തത് ബുക്സ് ഒക്കെ താഴെ വീണു. ദ ബുക്സ് ഫെൽ ഡൗൺ. ഇനി ആക്ടിവിറ്റി 7 നോക്കൂ. എന്താണ്? ഹൂ ജംപ്ഡ് ഔട്ട് ഓഫ് ദ ബുക്സ്? ആരൊക്കെയാണ് ബുക്സിൽ നിന്ന് ചാടി പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്? ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഇൻ ദ ബോക്സസ്. അവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ബോക്സസിൽ പേര് എഴുതാനാണ് പറയുന്നത്. ആരുടെയൊക്കെ ചിത്രമുള്ളത് നോക്കിയേ. സീബ്ര ഉണ്ട്, തത്ത, പാരറ്റ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്, മൗസ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, മങ്കി ഉണ്ട്, പിന്നെ ആരാണ്? വൾച്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ നമ്മളിവിടെ എഴുതുക. മങ്കി, ക്യാറ്റ്, പാരറ്റ്, റാബിറ്റ്, ഡക്ക്, ക്രോ, സീബ്ര, മൗസ് ആൻഡ് വൾച്ചർ. എല്ലാവരുടെയും പേര് അവിടെ എഴുതുക കേട്ടോ.
അടുത്തത് ആക്ടിവിറ്റി 8. ക്ലാസിഫൈ ദ ക്യാരക്ടേഴ്സ് ജംപ്ഡ് ഔട്ട് ഓഫ് ദ ബുക്സ്. ബുക്സിൽ നിന്ന് ചാടിപ്പോയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ഒരു ബോക്സിൻ്റെ അകത്ത് ആനിമൽസ്, മൃഗങ്ങളെയും മറ്റൊന്നിലെ ബേർഡ്സിനെയും, പക്ഷികളെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് മൃഗങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത്? മങ്കി, റാബിറ്റ്, വെരി ഗുഡ്. പിന്നെ സീബ്ര, ക്യാറ്റ്, മൗസ് അല്ലേ. പിന്നെ ബേർഡ്സ് ഏതൊക്കെയാ? വെരി ഗുഡ്. ഡക്ക്, പാരറ്റ്, ക്രോ ആൻഡ് വൾച്ചർ. ഇതൊക്കെയാണ് ബേർഡ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ആക്ടിവിറ്റി 9. ക്ലിൻ ബ്രോഡ് ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ബാക്ക് ടു ദ ബുക്സ്. അങ്ങനെ ക്ലിൻ്റ് എന്ത് ചെയ്തു? ഈ ബുക്കിൽ നിന്ന് തുള്ളിപ്പോയ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നു. ബട്ട് വൺ വാസ് മിസ്സിങ്. ഒരാൾ അവിടെ മിസ്സിങ് ആണ്. ആരാണ് മിസ്സിങ് ആയത്? ഹൂ വാസ് മിസ്സിങ്? ആരാണ് മിസ്സിങ് ആയിട്ടുള്ളത്? നോക്കിയാൽ ചിത്രം നോക്കിയാൽ ആരൊക്കെയാണ് ഉള്ളത് അതിനകത്ത്? ഒരു ഇതെല്ലാവരും ഉണ്ടല്ലേ. ആരാ മിസ്സിങ് ഉള്ളത്? പൂച്ചയില്ല അല്ലേ. ദ ക്യാറ്റ് വാസ് മിസ്സിങ്. എന്താ എഴുതേണ്ടത്? ദ ക്യാറ്റ് വാസ് മിസ്സിങ് എന്ന് എഴുതണം കേട്ടോ. ആക്ടിവിറ്റി 10. എ ക്യാറ്റ് വാസ് മിസ്സിങ്. ക്ലിൻ ലുക്ക്ഡ് എവരിവർ. എന്താണ്? പൂച്ചയെ മിസ്സായി കാണുന്നില്ല. ക്ലിൻ്റ് എല്ലാവിടെയും നോക്കി എവിടെയാ പൂച്ച പോയതെന്ന് അന്വേഷിച്ചു. വേർ ഡിഡ് ദ ക്യാറ്റ് ഗോ? പൂച്ച എവിടെയാണ് പോയത്? നോക്കി അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ, അതിൽ എവിടെയായിട്ടാണ് പൂച്ച ഇരിക്കുന്നതായിട്ട് കാണുന്നത്. നോക്കി എവിടെയാ അത്? ആ ചിത്രം കാണുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? പാത്രങ്ങളൊക്കെ ഉണ്ട്. എവിടെയാ പാത്രങ്ങളൊക്കെ ഉണ്ടാവുക? നമ്മുടെ അടുക്കളയിലായിരിക്കും അല്ലേ കൂടുതലും. യെസ്, അപ്പോൾ നമുക്ക് അവിടെ എഴുതാം ദ ക്യാറ്റ് വെൻറ്റ് ടു ദ കിച്ചൺ. ദ ക്യാറ്റ് വെൻറ്റ് ടു ദ കിച്ചൺ. ആക്ടിവിറ്റി 11. ലെറ്റ് us കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമുക്ക് ഈ കോൺവെർസേഷൻ, സംഭാഷണം പൂർത്തിയാക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിൻറ്റും അവൻ്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ക്ലിൻറ്റ്, മോം ഡിഡ് യു സീ എ ക്യാറ്റ്? എന്താ ചോദിക്കുന്നത്? അമ്മേ, നിങ്ങളൊരു പൂച്ചയെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ചോദിക്കലാണ് യെസ് ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ. അതെവിടെ ഉണ്ടായിരുന്നല്ലോ, കിച്ചണിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് അമ്മ പറയുന്നു. അപ്പോൾ ക്ലിൻറ്റ് എന്താ ചോദിക്കുന്നത്? വേർ ഈസ് ദ ക്യാറ്റ് നൗ? വേർ ഈസ് ദ ക്യാറ്റ് നൗ? ഇപ്പോൾ അത് എവിടെയുള്ളത്? ആ പൂച്ച ഇപ്പോഴും എവിടെയാണ് അമ്മയുള്ളത് എന്ന് ചോദിച്ചു. ഇറ്റ് ഡ്രാങ്ക് ദ മിൽക്ക് ആൻഡ് റാൻ അവേ. അത് പാല് കുടിച്ചിട്ട് ഓടിപ്പോയി. എന്താണ്? ഇറ്റ് ഡ്രാങ്ക് ദ മിൽക്ക് ആൻഡ് റാൻ അവേ. അത് പാല് കുടിച്ചിട്ട് ഓടിപ്പോയി. അപ്പോൾ ക്ലിൻറ്റ് പറയാണ് ദെൻ ഐ വിൽ ഗോ ആൻഡ് ലുക്ക് ഫോർ ഇറ്റ്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് അതിനെ നോക്കി കണ്ടുപിടിച്ചോളാം അമ്മയെ എന്ന് പറഞ്ഞിട്ട് ക്ലിൻറ്റ് അവിടെ നിന്ന് പോകുന്നു. ആക്ടിവിറ്റി 12. വാട്ട് ഹാപ്പൻ ടു ദ പപ്പി? പട്ടിക്ക് എന്താണ് സംഭവിച്ചത്? പപ്പിക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ നോക്കിയാൽ കിടക്കുന്നുണ്ടോ? ചെവിയിലൊരു മാന്തലൊക്കെ കിട്ടി ചോരയൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ. എന്താ ചെയ്തത്? ദ ക്യാറ്റ്, പൂച്ച എന്ത് ചെയ്തു? സ്ക്രാച്ച്ഡ് അല്ലേ, മാന്തി. എവിടെ? പപ്പിയുടെ ചെവിയിൽ. ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ. പപ്പിയുടെ, പപ്പി അപ്പോസ്ട്രോഫി എസ്, പപ്പീസ് കേട്ടോ. ഇനി എന്താണ്? വൈ ഈസ് ഹി ക്രൈയിങ്? എന്തുകൊണ്ടാണ് ആ പപ്പി കരയുന്നത്? പട്ടിക്കുട്ടി എന്തുകൊണ്ടാണ് കരയുന്നത്? ദ പപ്പി ഈസ് ക്രൈയിങ് ബിക്കോസ് ഇറ്റ്സ് ഇയർ ഹേർട്സ്. എന്താണ്? അതിൻ്റെ ചെവി വേദനിക്കുന്നത് കൊണ്ടാണ് കരയുന്നത്. ദ പപ്പി ഈസ് ക്രൈയിങ് ബിക്കോസ് ഇറ്റ്സ് ഇയർ ഹേർട്സ്. ഇനി ആക്ടിവിറ്റി 13. എന്താണ്? വേർ ഈസ് ദ പപ്പി? ഇപ്പോൾ പപ്പി എവിടെയുള്ളത് നോക്കിയേ. പപ്പി എവിടെയുള്ളത്? ഒരു മാറ്റിൻ്റെ മേലെയാണല്ലേ, കാർപ്പറ്റിൻ്റെ മേലെയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ പപ്പീസ് ഓൺ ദ കാർപ്പറ്റ് എന്നോ ദ പപ്പീസ് ഓൺ ദ മാറ്റ്, MAT മാറ്റ് എന്നൊക്കെ എഴുതാം കേട്ടോ. ദ പപ്പി ഈസ് ഓൺ ദ മാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ്, രണ്ടെഴുതലും കറക്റ്റാണേ. ഇനി വെർ ഈസ് ദ ക്ലോക്ക്? ക്ലോക്ക് എവിടെയാണുള്ളത്? നോക്കി എവിടെയാണുള്ളത്? ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ഓക്കെ, WALL വാൾ എന്ന് പറഞ്ഞാൽ ചുമര്. ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ഇനി ആക്ടിവിറ്റി 14. ഇനിയും അതുപോലെ തന്നെ രണ്ടാളെ, പപ്പിയെയും പൂച്ചയും എവിടെയാണ് ചോദിക്കലാണ് കേട്ടോ. ദ പപ്പി ഈസ് ഡാഷ് ദ ബെഡ്. എവിടെയുള്ളത്? ബെഡിൻ്റെ അടിയിലാണ്. എങ്ങനെയാ പറയുക? അണ്ടർ ദ ബെഡ്, UNDER, അണ്ടർ. ദ പപ്പി ഈസ് അണ്ടർ ദ ബെഡ്. പിന്നെയോ ദ ക്യാറ്റ് ഈസ് എവിടെയുള്ളത്? മേലെയാണുള്ളത് അല്ലേ, ഓൺ ദ ബെഡ്. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ബെഡ്. അടുത്തത് ആക്ടിവിറ്റി 15. ലെറ്റ് us കളർ ദ റൂസ്റ്റർ. ഈ പൂവൻകോഴിയെ നമുക്ക് കളർ കൊടുക്കാം എന്നാണ് പറയുന്നത്. പേസ്റ്റ് കളർ പേപ്പർ സ്ട്രിപ്സ് ഓൺ ദ റൂസ്റ്റർ സ്റ്റൈൽ. പേപ്പർ സ്ട്രിപ്സ് ഉണ്ടാവും അല്ലേ, കളർ പേപ്പറിൻ്റെ മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ സ്ട്രിപ്സ് ഒട്ടിച്ച് അതിൻ്റെ വാല് കംപ്ലീറ്റ് ആക്കുക. പിന്നെ ബാക്കിയുള്ള സ്ഥലം കളർ ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യുക എല്ലാവരും കേട്ടോ. ആക്ടിവിറ്റി 16. എന്താണ്? വാട്ട് ഡസ് ദ റൂസ്റ്റർ സേ? ഇവിടെ എന്താണ്? റൂസ്റ്ററും
നമ്മുടെ പപ്പിയും തമ്മിൽ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൂസ്റ്റർ എന്തായിരിക്കും പറയാമെന്നാണ് ചോദിക്കുന്നത്. എന്താ പപ്പി പോയി ചോദിക്കുന്നത്? ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ റൂസ്റ്റർ പൂവൻകോഴി എന്താ പറയുന്നത്? ഐ ഓൺലി സേ കോക്ക് എ ഡൂഡിൽ ഡൂ എന്ന് വെച്ചാൽ കൊക്കരക്കോ അല്ലേ. ഐ ഓൺലി സേ കോക്ക് എ ഡൂഡിൽ ഡൂ അങ്ങനെ എഴുതാം അവിടെ കേട്ടോ. ഇനി ആക്ടിവിറ്റി 17. ദ പപ്പി ഹേർഡ് ദ മ്യാവ് അഗെയിൻ. വീണ്ടും പപ്പി മ്യാവ് എന്നുള്ള കരച്ചിൽ കേട്ടു. ഹി സോ എ മൗസ്. അവനൊരു എലിയെ കണ്ടു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണം പൂർത്തിയാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പപ്പി പോയി ചോദിക്കുക? ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ദ പപ്പി ആസ്ഡ്. അപ്പോൾ എന്ത് പറയും മൗസ്? നോ ഐ ഓൺലി സേ പിപ്പ് പിപ്പ്. എന്താ പറയുക? നോ ഞാൻ പിപ്പ് പിപ്പ് എന്ന് മാത്രമേ കാര്യമുള്ളൂ. നോ ഐ ഓൺലി സേ പിപ്പ് പിപ്പ് സെഡ് ദ മൗസ്. ഇനി എന്താണ് ആക്ടിവിറ്റി 18. ലെറ്റസ് മേക്ക് എ ഡോഗ് യൂസിങ് പേപ്പർ. ഓക്കെ, പേപ്പറിൻ്റെ പീസ് ഇതുപോലെ തന്നിട്ടുണ്ട്. എന്നിട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡോഗിനെ ഉണ്ടാക്കുക എന്ന് നോക്കുക കേട്ടോ. നല്ല സ്ക്വയറായി കട്ട് ചെയ്യുക, അതിന് നേരെ നടുക്കേ കൂടി മറക്കി ട്രയാങ്കിൾ പോലെ ആക്കുക. ഇതാ ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ, അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് എന്താണ്? നോക്ക്, ഇതുപോലൊരു ഡോഗിനെ കിട്ടും അല്ലേ. ആക്ടിവിറ്റി 19 ആണ്. ഹാവ് യു മെയ്ഡ് എ പേപ്പർ ഡോഗ്? എന്നിട്ട് അങ്ങനെ പേപ്പർ കൊണ്ട് നിങ്ങളൊരു ഡോഗിനെ ഉണ്ടാക്കിയോ എന്നാണ് ചോദിക്കുന്നത്. കളർ ദ ഡോഗ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ബിലോ. ഉണ്ടാക്കിയ ഡോഗിനെ നല്ല കളർ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം, ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ടോ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഡോഗിനെ നിങ്ങൾ വിവരിക്കണം. ഡിസ്ക്രൈബ് ദ ഡോഗ് യു പേസ്റ്റഡ്. അതിന് ഡിസ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ്? ദിസ് ഇസ് എ ക്യൂട്ട് പേപ്പർ ഡോഗ്. ഇതൊരു വളരെ ക്യൂട്ടായിട്ടുള്ള പേപ്പർ ഡോഗ് ആണ്. ഇറ്റ് ഹാസ് 2 ears, 4 legs ആൻഡ് എ ടെയിൽ. എന്തൊക്കെയുണ്ട്? ഇറ്റ് ഹാസ് 2 ears, 2 ചെവികളുണ്ട്. 4 legs, 4 കാലുകളുണ്ട്. ആൻഡ് എ ടെയിൽ, ഒരു വാലുണ്ട്. പിന്നെയോ ദ ഡോഗ് ഈസ് ബ്രൗൺ ഇൻ കളർ. ബ്രൗൺ കളറാണ് ഡോഗിന്. ഇറ്റ് ലുക്സ് ക്യൂട്ട്. അപ്പം നിങ്ങൾ എന്ത് കളറാണോ കൊടുക്കുന്നത് അത് അവിടെ എഴുതണ്ട കേട്ടോ. നിങ്ങൾ മഞ്ഞ കളറാണ് കൊടുക്കുന്നത്, ദ ഡോഗ് ഈസ് യെല്ലോ ഇൻ കളർ എന്ന് കൊടുക്കണം. ചുവപ്പാണെങ്കിലോ ദ ഡോഗ് ഈസ് റെഡ് ഇൻ കളർ അങ്ങനെ കൊടുക്കണം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കി, ആക്ടിവിറ്റി 20. എന്താണ്? ആഡ് മോർ ലൈൻസ് ടു ദ റൈം. ഇവിടെ ഒരു ചെറിയൊരു റൈം അല്ല ഒരു പാട്ട് തന്നിട്ടുണ്ട്, അതിന് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ്? പപ്പി ഹലോ റൂസ്റ്റർ ഡു യു സേ മ്യാവ്? എന്താ ചോദിക്കുന്നത്? ഹലോ റൂസ്റ്റർ ഡു യു സേ മ്യാവ്. റൂസ്റ്റർ പൂവൻകോഴിയോട് ചോദിക്കലാണ് നിങ്ങൾ മ്യാവ് എന്ന് പറയുമോ എന്ന്. അപ്പോൾ റൂസ്റ്റർ എന്താ പറയുന്നത്? കൊക്കെ ഡൂഡിൽ ഐ സേ ഓൺലി കൊക്കെ ഡൂഡിൽ ഡൂ അല്ലേ. ഞാനിങ്ങനെ മാത്രമേ പറയുള്ളൂ, കൊക്കരക്കോ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് റൂസ്റ്റർ പൂവൻകോഴി പറഞ്ഞു. പിന്നെയോ പപ്പി പിന്നെയും പോയി മൗസിനോട് ചോദിക്കലാണ്. ഹലോ മൗസ് ഡു യു സേ മ്യാവ്? എലി നീ മ്യാവ് എന്ന് പറയുമോ എന്ന് ചോദിച്ചു. മൗസ് എന്താ പറയുന്നത്? പിപ്പ് 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 ഐ സേ ഓൺലി പിപ്പ് പിപ്പ് പിപ്പ്. ഞാൻ പിപ്പ് പിപ്പ് എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് എലി പറഞ്ഞു. ഇനി എന്താണ്? പപ്പി പോയിട്ട് ഒരു ഡോഗിനോട് വലിയൊരു പട്ടിയോട് ചോദിക്കലാണ്. പട്ടിക്കുട്ടി പോയിട്ട് പട്ടിയോട് ചോദിക്കലാണ്. ഹലോ ഡോഗ് ഡു യു സേ മ്യാവ്? അപ്പം എന്താ ഡോഗ് പറയുന്നത്? ബൗ വാവ് ഐ സേ ഓൺലി ബൗ വാവ്. ഞാനിങ്ങനെ ബൗ എന്ന് കരയാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഡോഗും പറയുന്നത്. ഇനി ആക്ടിവിറ്റി 21. വാട്ട് ഈസ് ദ പപ്പി ആസ്കിങ്? എന്താണ് പട്ടിക്കുട്ടി ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഫ്രോഗ്സ് റിപ്ലൈ? അവിടെ തവള എന്തായിരിക്കും മറുപടി കൊടുത്തിട്ടുണ്ടാവുക? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തായിരിക്കും? ഇപ്പം ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് തന്നെ ഫ്രോഗിനോട് പോയി ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. ഹലോ ഫ്രോഗ് ഡു യു സേ മ്യാവ്? ഫ്രോഗെ തവളക്ക് എന്താണ് ഫ്രോഗ് എന്നാ പറയുക അല്ലേ. നിങ്ങൾ മ്യാവ് എന്ന് പറയൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പം തവള എന്താ പറയുക? ഫ്രോഗ് എന്താ പറയുക? ക്രോക്ക്. അങ്ങനെയല്ലേ തവള കരയുക? ക്രോക്ക്. ഐ സേ ഓൺലി ക്രോക്ക് എന്ന് തവള പറയും. ഇനി ആക്ടിവിറ്റി 22. വാട്ട് ഹാപ്പൻഡ് എന്ന് റൂസ്റ്റർ ചോദിക്കലാണ്. പൂവൻകോഴി ചോദിക്കലാണ് എന്ത് പറ്റി എന്ന്. നമ്മുടെ പട്ടിക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് നനഞ്ഞ് കുതിർന്ന് വരുന്ന കണ്ടപ്പോൾ ചോദിക്കലാണ് വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി എന്ന്. അപ്പോൾ നോക്കി അവിടെ പട്ടിക്കുട്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവേണ്ട. എന്താണ്? ഒരു ഈച്ച അല്ലേ, തേനീച്ച പുറകെ പോയി കുത്തുവെച്ച് കൊടുത്തിട്ടുണ്ട് മൂക്കിൽ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ മറുപടി പറയാം. എന്തായിരിക്കും? വാട്ട് വിൽ ദ പപ്പി സേ? മറുപടി എന്തായിരിക്കും പപ്പി റൂസ്റ്ററിന് മറുപടി കൊടുക്കുക?
എന്താണ്? എ ഹണി ബി സ്റ്റങ് മീ ഓൺ ദ നോസ്. എന്താണ്? എ ഹണി ബി, ഒരു തേനീച്ച, സ്റ്റങ് മീ, കുത്തി. എവിടെയാണ്? ഓൺ ദ നോസ്, എൻ്റെ മൂക്കിൻ്റെ മേലെ ഒരു തേനീച്ച കുത്തി എന്നായിരിക്കും പറയാം കേട്ടോ. എ ഹണി ബി സ്റ്റങ് മീ ഓൺ ദ നോസ്. അടുത്തത് ആക്ടിവിറ്റി 23. വാട്ട് ഡിഡ് ക്ലിൻറ്റ് ആസ്ക്? ക്ലിൻറ്റ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ നമ്മുടെ പപ്പിയോടെ മറുപടി കൊടുക്കുന്നുണ്ട്. എ ക്യാറ്റ് സ്ക്രാച്ച്ഡ് മീ. എന്നെ ഒരു പൂച്ച മാന്തി എന്ന് നമ്മുടെ പപ്പി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ക്ലിൻറ്റ്? ഹലോ പപ്പി, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കാം അല്ലേ? ഹലോ മൈ ഡിയർ പപ്പി, എൻ്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി, ഹലോ പപ്പി, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും അല്ലേ? അങ്ങനെ എഴുതിക്കൊള്ളൂ ഇവിടെ കേട്ടോ. ആക്ടിവിറ്റി 24. ആർ യു ഇൻ ദ സ്റ്റോറി? നിങ്ങൾ എൻ്റെ കഥയിലുണ്ടോ അല്ലെ? നിങ്ങൾ കഥയിലുണ്ടോ എന്നാണ് ചോദ്യം. നമ്മുടെ പട്ടിക്കുട്ടി പോയിട്ട് ചോദിക്കലാണ്. ആരോടാണ് ചോദിക്കുന്നത്? പാരറ്റിനോടാണ്, തത്തമ്മയോടാണ്. പാരറ്റ്. പാരറ്റ് പാരറ്റ് ആർ യു ഇൻ മൈ സ്റ്റോറി? തത്തമ്മേ നീ എൻ്റെ കഥയിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ തത്തമ്മ മറുപടി പറയുന്നത്? ഉണ്ടോ തത്തമ്മ നമ്മുടെ ഈ കഥയിലേ? ഇല്ല അല്ലേ? അപ്പോൾ എന്താ പറയുക? നോ, ഐ ആം നോട്ട് ഇൻ യുവർ സ്റ്റോറി. ഞാൻ നിൻ്റെ കഥയിലില്ല എന്ന് തത്തമ്മ പറയും. ഇനി നോക്കിയാൽ റൂസ്റ്റർ എന്തോ മറുപടി പറയുന്നുണ്ട്. യെസ് ഐ ആം ഇൻ യുവർ സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. ഞാൻ നിൻ്റെ കഥയിലുണ്ട് എന്ന് റൂസ്റ്റർ പറയുന്നു. അപ്പോൾ എന്തായിരിക്കും പപ്പി ചോദിച്ചിട്ടുണ്ടാവുക? റൂസ്റ്റർ ആർ യു ഇൻ മൈ സ്റ്റോറി എന്ന് ചോദിക്കും അല്ലേ? റൂസ്റ്റർ ആർ യു ഇൻ മൈ സ്റ്റോറി? പൂങ്കോഴി നീ എൻ്റെ കഥയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇനിയോ അതിൻ്റെ ബാക്കി നോക്കൂ. എന്താണ്? ഫ്രോഗ് മറുപടി പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്രോഗിനോട് നമ്മൾ പപ്പി ചോദിക്കലാണ്. യു സേ ക്രോക്ക് റൈറ്റ്? നീ ക്രോക്ക് എന്നാണ് കരയുക അല്ലേ എന്ന് പപ്പി ഫ്രോഗിനോട്, തവളയോട് ചോദിച്ചു. അപ്പോൾ എന്താ മറുപടി പറയുക? അങ്ങനെയല്ലേ കരയുക തവള? അതെ, യെസ് ഐ സേ ക്രോക്ക്. എന്താണ്? യെസ് ഐ സേ ക്രോക്ക്. ഇനിയോ നമ്മളെ പപ്പി പോയിട്ട് ഹണി ബിയോട് ചോദിക്കലാണ്. ഡു യു സേ പിപ്പ്? നീ പിപ്പ് എന്ന് കരയോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആരാ കരയുന്നത്? മൗസാണല്ലേ? അപ്പോൾ ഹണി ബി പറയും നോ ഐ ഡോണ്ട് പിപ്പ്, ഞാൻ പിപ്പ് എന്ന് പറയില്ല എന്ന് ഹണി ബി പറയും. ഇനി ആക്ടിവിറ്റി 25 ലാസ്റ്റ് വൺ അല്ലേ? ലെറ്റസ് ലേബൽ ദ ഹോംസ് യൂസിങ് സ്റ്റിക്കേഴ്സ്. ഇതിൻ്റെയൊക്കെ പേരുകൾ സ്റ്റിക്കേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിവിടെ ഒട്ടിച്ച് വെക്കുകയാണ് വേണ്ടത്. എന്താണ് ആദ്യത്തെ? എന്താണ്? മൗസിൻ്റെ വീടിന് ഹോൾ അല്ലേ? ഇറ്റ്സ് എ ഹോൾ, HOLE ഹോൾ. പിന്നെയോ കാക്കയുടെ കൂടെ എന്താണ്? അതിനെന്താ പറയുക? നെസ്റ്റ് എന്നാണ് കേട്ടോ. കൂടിന് നെസ്റ്റ് എന്ന് പറയും, NEST നെസ്റ്റ്. ഇനി പപ്പിയുടെ വീടിന് കെന്നൽ എന്ന് പറയും, KENNEL കെന്നൽ. ഇനി എന്താണ്? നമ്മുടെ തേനീച്ചയുടെ വീട്ടിൽ എന്താ പറയുക? ഹണി കോംബ് കേട്ടോ, ഹണി കോംബ്. പിന്നെ മങ്കി എവിടെയാണ് താമസിക്കുന്നത്? ഓൺ ദ ട്രീ അല്ലേ? TREE ട്രീ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നോക്കി നല്ല വൃത്തിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു, ബൈ.